സോഷ്യോളജിയിലെ ഫസ്റ്റ് സെമ്മിലെ കോർ പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ 5th ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന 4 കോൺസെപ്റ്റുകളാണ്: നോംസ്, ഫോക്ക് വേസ്, മോഡ്സ്, വാല്യൂസ്. ഈ 4 വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നോംസിനെ കുറിച്ചാണ്. എന്താണ് നോംസ്? നോംസ് എന്ന് പറയുന്നത് സാമൂഹ്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹം എക്സ്പെക്ട് ചെയ്യുന്ന പെരുമാറ്റങ്ങളെയാണ് എന്ന് വിളിക്കുന്നത് നോംസ് എന്ന് പറയുന്നത്. അതായത് സാമൂഹ്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹം എക്സ്പെക്ട് ചെയ്യുന്ന സാമൂഹ്യ പെരുമാറ്റങ്ങളെ നമുക്ക് നോംസ് എന്ന് വിളിക്കാം. ഇനി നോംസിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമതെന്ന് പറയുന്നത് ഗൈഡിങ് പ്രിൻസിപ്പിൾ ആണ്. അതായത് നോംസ് എന്ന് പറയുന്നത് ഗൈഡിങ് പ്രിൻസിപ്പിൾ ആണ്. ഇതിന്റെ നമ്മുടെ പെരുമാറ്റത്തിന്റെ, അതായത് സമൂഹത്തിൽ വ്യക്തികൾ അല്ലെങ്കിൽ സാമൂഹ്യ പെരുമാറ്റം എങ്ങനെ ആയിരിക്കണം എന്ന് നിർണ്ണയിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താണ്? നോംസ് പ്രധാനമായും പങ്കുവഹിക്കുന്നു. അതായത് സാമൂഹ്യ പെരുമാറ്റം ഇന്ന രീതിയിലായിരിക്കണം എന്ന്, അതായത് ഒരു വ്യക്തി സമൂഹത്തിൽ പെരുമാറേണ്ട അല്ലെങ്കിൽ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ ഇപ്രകാരം ആയിരിക്കണം എന്ന് ആര് നിർദ്ദേശിക്കുന്നു? നോംസ് നിർദ്ദേശിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോംസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. അതായത് നോംസ് എന്ന് പറയുന്നത് എല്ലാ സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ഒരു ഘടകമാണ്. അതിന്റെ ഡിഫറെന്റ് രൂപങ്ങളായിരിക്കാം വ്യത്യസ്തമായിരിക്കുന്നത്. പക്ഷേ എന്തുണ്ട്? നോംസ് എന്ന് പറയുന്ന ഒരു ഘടകം ഫാക്ട് എന്തിലുണ്ട്? എല്ലാ സൊസൈറ്റിയിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? നോംസ് എന്ന് പറയുന്നത് സിറ്റുവേഷന്റെയും അല്ലെങ്കിൽ റിലേഷന്റെയും ഗ്രൂപ്പിന്റെയും അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മൾ കൽപ്പിക്കുന്ന ബന്ധങ്ങളുടെ അല്ലെങ്കിൽ ജെൻഡറിന്റെ അല്ലെങ്കിൽ ഏജിന്റെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാവും? നോംസ് വ്യത്യസ്തമായിരിക്കും. ഉദാഹരണം, നമ്മളൊരു ഫീമെയിൽ അല്ലെങ്കിൽ സ്ത്രീക്ക് കൽപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീയുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സൊസൈറ്റി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഒരു പുരുഷന്റെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? ജെൻഡർ വൈസ് ഡിഫറെന്റ് ആണ് അല്ലെ? നമുക്ക് ജെൻഡർ വൈസ് സൊസൈറ്റി കൽപ്പിച്ചിട്ടുള്ള സാമൂഹ്യ പെരുമാറ്റങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പൊ നോംസ് എന്ന് പറയുന്നത് ഒരുപോലെയല്ല. അത് നമ്മൾ നിലനിൽക്കുന്ന ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്നത് ഏത് ഘടനയിലാണോ ഏത് സംഘത്തിലാണോ അതിനനുസരിച്ചായിരിക്കും നോംസും നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് ജെൻഡർ ആണ്. ഇനിയിപ്പോ ഒരു റിലേഷന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ ചെയ്യേണ്ടതായിട്ടുള്ള റോള് അല്ലെങ്കിൽ അവരിൽ നിന്ന് മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ അതിലുണ്ടാവേണ്ട പെരുമാറ്റ രീതി അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളത് എന്താണ്? ഓൾറെഡി കൽപ്പിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. എന്താണ് നമ്മുടെ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ റിലേഷന്റെയും മറ്റു അടിസ്ഥാനത്തിൽ നോംസ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളത്. അടുത്ത പറയുന്നത് നോംസ് എന്ന് പറയുന്നത് എന്താണ്? ജഡ്ജ്മെന്റിനെ നിർണ്ണയിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ശരി തെറ്റുകളെ നിർണ്ണയിക്കാൻ നിർണ്ണയിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ശരി തെറ്റുകൾ പറയാൻ എന്തിനു സാധിക്കുന്നു? നോംസിന് സാധിക്കുന്നത്. നോംസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പെരുമാറുന്നത്. സൊസൈറ്റി കൽപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറിയില്ലെങ്കിൽ അവിടെ എന്തുണ്ട്? ബാഡ് എന്നും നമ്മൾ അത് അംഗീകരിക്കപ്പെടുമ്പോൾ അത് ഗുഡ് എന്നുമുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു. അതായത് ജഡ്ജ്മെന്റലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവൃത്തിയെ നോക്കിക്കാണുന്നു എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് സൊസൈറ്റിയുടെ മേൽ അല്ലെങ്കിൽ വ്യക്തികൾക്ക് മേൽ എന്ത് ചെയ്യുന്നുണ്ട്? നോംസ് കൺട്രോൾ ഏർപ്പെടുത്തുന്നു. അതായത് നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. വ്യക്തികൾക്കിടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ശരി തെറ്റുകൾ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ വ്യക്തികളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മേൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ മേൽ
സാധിക്കുന്നുണ്ട്? നോംസിന് കഴിയുന്നുണ്ട്. അടുത്തത് നമ്മൾ പറയുന്നത് നോംസ് എന്ന് പറയുന്നത് ഒബേ ചെയ്യുക, അനുസരിക്കുക എന്നുള്ളത് പറയുന്നത് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. അപ്പൊ നോംസ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ അനുശാസിച്ച് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നോ ഇല്ല. ഒരു വിഭാഗം അംഗീകരിക്കാം, മറ്റൊരു വിഭാഗം അംഗീകരിക്കപ്പെടാതെയും ഇരിക്കാം. അതും എന്താണ് നോംസിന്റെ സവിശേഷതകളിൽ ഒന്നാണ്. അടുത്ത നമ്മൾ പറയുന്നത് നോംസിനെ ആരും തന്നെ പൊതുവിൽ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. അതായത് നോംസ് എന്ന് പറയുന്നത് എങ്ങനെയാണോ അത് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെ അതേ രീതിയിൽ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് ഇന്റേണലൈസ് ചെയ്യുക, അതിനെ ആന്തരികവൽക്കരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സമൂഹം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് നിലനിൽക്കുന്ന നോംസ് എന്താണോ അതിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബേ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അത് എങ്ങനെ എപ്രകാരമാണോ നിലനിൽക്കുന്നത് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന രീതിയിലാണ് നമ്മൾ എന്താണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഉദാഹരണം നമ്മൾ പറഞ്ഞു ജെൻഡർ വൈസ് റോൾ എക്സ്പെക്ടേഷൻസ് ഉണ്ട് അല്ലെ. അതായത് എന്താണ് ഒരു സ്ത്രീ എപ്രകാരമായിരിക്കണം എന്നുള്ളത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ റോൾ ഇപ്രകാരമാണെന്നുള്ളത് എക്സ്പെക്ടേഷൻസ് ഉണ്ട് സമൂഹത്തിൽ. അപ്പൊ ഈ എക്സ്പെക്ടേഷൻസ് ഒരു പക്ഷേ എന്തുകൊണ്ട് പൂർണ്ണമായിട്ടും അതിനെ അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്, അംഗീകരിക്കാത്ത രീതിയിൽ പോകുന്നു. ഇന്ന് കാലത്ത് അതിന് കുറച്ചുകൂടെ അതിന് വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുന്നു. അപ്പൊ കൂടുതൽ പേരും എന്താണ് അതിനെ സൊസൈറ്റി കൽപ്പിക്കുന്ന കാര്യങ്ങളെ അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ നോംസ്. എന്തിനാണ് സോഷ്യൽ നോംസ് നിലനിൽക്കുന്നതുകൊണ്ടുള്ള ഗുണം, അല്ലെങ്കിൽ സോഷ്യൽ നോംസ് പ്രവർത്തിക്കുന്നതിന്റെ ധർമ്മങ്ങൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണെന്നാണ്. ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ നോം അസിസ്റ്റ് സർവൈവൽ. അതായത് സർവൈവൽ നിലനിൽപ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുക അല്ലെങ്കിൽ നിലനിൽപ്പിനെ അടിത്തറ നൽകാൻ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ നോംസിന് കഴിയുന്നുണ്ട്. ഉദാഹരണം, ഇപ്പൊ നമ്മളൊരു കുഞ്ഞിനെ ജനിച്ച ഒരു കുഞ്ഞിനെ നമ്മൾ എപ്രകാരം കെയർ ചെയ്യണം എന്നുള്ളത് ഒരു എന്താണ് ഒരു മാനദണ്ഡമാണ് അല്ലെ. അതായത് ഒരു ജനിച്ചു വീണ കുഞ്ഞിനെ നമ്മൾ എപ്രകാരം കൈകാര്യം ചെയ്യണം, അവർക്ക് എത്രമാത്രം കെയർ കൊടുക്കണം എന്നുള്ളത് എന്താണ് ഓൾറെഡി ഒരു മാനദണ്ഡമുണ്ട്, സൊസൈറ്റി കൽപ്പിച്ചിട്ടുള്ള ഒരു മാനദണ്ഡം. അപ്പൊ അത് എന്താണ് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സർവൈവലിന് അത് കാരണമാവുന്നത്. അതുപോലെ ഇത്തരത്തിൽ പല സിറ്റുവേഷൻസിലും, അതായത് മനുഷ്യൻ നേരിടുന്ന ഓരോ സിറ്റുവേഷൻസിലും അവരെ കൈകാര്യം ചെയ്യേണ്ട അല്ലെങ്കിൽ ആ വ്യക്തിയെ എപ്രകാരം നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വ്യക്തിയുടെ സർവൈവലിന് കാരണമാവുന്നു. ഇതുപോലെ നമ്മൾ കുഞ്ഞിന്റെ കാര്യത്തിലേക്ക് പ്രായമുള്ള രോഗികളെ, കിടപ്പ് രോഗികളെ അല്ലെങ്കിൽ പ്രായമുള്ള ആളുകളെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതുണ്ട്. അതുപോലെ സ്ത്രീകളെ, ഗർഭിണികളെ, അത്തരത്തിൽ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ, ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് അവരെ എപ്രകാരമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാനദണ്ഡങ്ങളനുസരിച്ച് സൊസൈറ്റി കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്നുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെയൊക്കെ സർവൈവലിന് കാരണമാകുന്നുണ്ട്, നിലനിൽപ്പിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മുടെ സമൂഹത്തിലെ അംഗമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, സാമൂഹികമായിട്ടുള്ള കൽപ്പനകളെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്, അതിനെ പിന്തുടരേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ സമൂഹത്തിലെ അംഗമല്ല എന്നുള്ള രീതിയിൽ നമ്മളെ മാറ്റി നിർത്തുന്നതിന് കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ സോഷ്യൽ നോംസിനെ പരമാവധി സോഷ്യൽ നോംസിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആളുകൾ ശ്രമിക്കുന്നതാണ്. ഇനി അടുത്ത് പറയുന്നത് അതിന്റെ കൃത്യമായിട്ട് ഒരു സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ഇത് സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് സമൂഹത്തിന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ഇത് സഹായിക്കുന്നു. ഉദാഹരണം, ആളുകൾക്ക് സോഷ്യൽ നോംസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അറിയാത്ത ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് ഒരു അവലോകനം അല്ലെങ്കിൽ എന്താണ് ഒരു മുൻധാരണ കൊടുക്കാൻ ഈ സോഷ്യൽ നോംസിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ആ മുൻധാരണ വെച്ച ആളുകൾ ഒരു പുതിയൊരു ഫേസിലേക്ക് പുതിയൊരു കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അത് പരിശീലിച്ച് വരുമ്പോൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫങ്ഷനിങ് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ, ഏർപ്പെട്ടിരിക്കുന്ന മേഖല ഏതാണോ അതിൽ കൂടുതൽ അല്ലെങ്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ജോലി എന്താണോ അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത് എന്താണോ, പദവി എന്താണോ അതിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നോംസ് എന്ന് പറയുന്നത് സഹായിക്കുന്നുണ്ട്. ഉദാഹരണം, കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പാചകം അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ആ ഒരു മേഖലയിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു ധാരണ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു അറിവ് മറ്റും അല്ലെങ്കിൽ മുൻധാരണകളൊക്കെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് സമൂഹം. നമ്മുടെ സമൂഹത്തെ കുറിച്ച് ഒരു മുൻധാരണകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ കൽപ്പിക്കുന്ന എക്സ്പെക്ടേഷൻസുകൾ വെച്ച് നമ്മൾ പെരുമാറുന്ന സമയത്ത് നമ്മൾ
ചെയ്യുന്ന കാര്യങ്ങളെ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നോംസ് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പറയുന്നത് ആളുകളെ, സമൂഹത്തെ കൂടി നിർത്തുന്നതിന് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? നോംസ് സഹായിക്കുന്നുണ്ട്. അതായത് സമൂഹം നമ്മുടെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ എക്സ്പെക്ടേഷൻസിനെ നിർണ്ണയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ നിർണ്ണയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബിഹേവിയർ പിന്തുടരണം എന്നുള്ളത് സാമൂഹ്യപരമായിട്ടുള്ള ഒരു അവബോധമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും ഇത് ചെയ്യാൻ തയ്യാറാവുകയും അവിടെ ഒരു എന്ത് ചെയ്യുന്ന ഒരു കൊഹേഷൻ അഥവാ ഒരു എന്താ പറയുക ആളുകളിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി ആളുകളെ ഐക്യത്തോട് നിലനിർത്താനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? നോംസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ എന്താണ് സൊസൈറ്റി കുറച്ചുകൂടെ നോർമലൈസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ആളുകൾക്കിടയിൽ ഉണ്ടാവുന്ന സോളിറ്ററി അല്ലെങ്കിൽ എന്താണ് സ്നേഹം, ഇത്തരത്തിലുള്ള ഘടകങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആളുകൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെയൊക്കെ കുറച്ചുകൂടെ നോർമലൈസ് ചെയ്ത് പഠിപ്പിച്ചു തരാനായിട്ട് ചെയ്യുന്നുണ്ട് സോഷ്യൽ നോംസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താണ് നമ്മുടെ സോഷ്യൽ ഓർഡർ, ഒരു സാമൂഹ്യ ക്രമീകരണം നിലനിർത്താനായിട്ട് നമ്മൾക്ക് നോംസ് നമ്മളെ സഹായിക്കും. അതായത് സാമൂഹ്യ ക്രമീകരണം എന്ന് പറയുന്നതാണ് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഓരോ ബിഹേവിയർ, ഓരോ ക്യാരക്ടർ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. അതായത് ഓരോ ഘട്ടത്തിലും ഓരോ വ്യക്തി ഇപ്രകാരമാണ് പെരുമാറേണ്ടത് എന്നുള്ളത് ഓൾറെഡി പ്ലാൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ സംവിധാനം അല്ലെങ്കിൽ ഒരു ക്രമീകരണം എന്നുള്ളത് എന്തിലുണ്ട്? നോംസ് കൈകാര്യം ചെയ്യുന്നു. അടുത്ത പറയുന്നത് സെൽഫ് കൺട്രോൾ. നോംസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എക്സ്പെക്ടേഷൻസ്, ഒരു വ്യക്തിയുടെ മേൽ സൊസൈറ്റി എക്സ്പെക്റ്റഡ് ബിഹേവിയർ ആണ് നോംസ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ ബിഹേവിയറെ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് വ്യക്തി ഡീവിയൻസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തി വ്യതിചലിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വ്യക്തിയും ഇതിനെക്കുറിച്ച് ബോധവാനായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സൊസൈറ്റി കൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ ഈ വാല്യൂസിനെയും സൊസൈറ്റി മുന്നോട്ട് വെക്കുന്ന വാല്യൂസിനെ എല്ലാം കീപ്പ് ചെയ്യാനുള്ള ഒരു ബാധ്യത വ്യക്തിയിൽ ഉള്ളത് കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തി വയലേഷനിലേക്കോ അല്ലെങ്കിൽ എന്താണ് ഡീവിയൻസിലേക്കോ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വ്യക്തി എന്താണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നതിനെ നിയന്ത്രണം ഏർപ്പെടുത്തുവാനായിട്ട് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഒരു വ്യക്തി തന്റെ സ്വഭാവത്തെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിൽ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിൽ പെരുമാറുവാൻ വ്യക്തി നിർബന്ധിതനാവുന്നു അല്ലെങ്കിൽ വ്യക്തി പ്രാപ്തനാകുന്നു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫോക്ക് വേസ് എന്ന് പറയുന്നത്. ഫോക്ക് വേസ് എന്ന് പറയുന്നത് എന്താണ്? കാലാകാലങ്ങളായിട്ട് നമ്മൾ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന പെരുമാറ്റ രീതികളെല്ലാം നമുക്ക് ഫോക്ക് വേസ് എന്ന് പറയും. പൊതുവെ നാടോടി എന്ന് പറയുന്ന എന്ന രീതിയിലാണ് നമ്മൾ ഫോക്ക് വേസിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് കാലാകാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ തലമുറകളായിട്ടോ കൈമാറ്റം ചെയ്യപ്പെടുന്നു വരുന്ന ഒരു പെരുമാറ്റ രീതിയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഫോക്ക് വേസിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഈ ഫോക്ക് വേസ് എന്ന് പറയുന്നത് നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു ബിഹേവിയർ ആവണമെന്നില്ല. അൺകോൺഷ്യസ്ലി ചെയ്യുന്ന ബിഹേവിയറിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫോക്ക് വേസ് എന്ന് വിളിക്കാം. അപ്പൊ ഈ ഫോക്ക് വേസ് എന്ന് പറയുന്നത് നമുക്ക് ഉദാഹരണമായിട്ട് നമ്മളൊരു ക്ലാസ് മുറിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത്, അല്ലെങ്കിൽ ക്ലാസ് മുറിയിലേക്ക് ഒരു അധ്യാപകൻ കടന്നു വരുന്ന സമയത്ത് കുട്ടികളെല്ലാം എണീറ്റ് നിൽക്കുന്നു എന്നുള്ളത്, അതെന്താണ്? കാലാകാലം നമ്മൾ ചെയ്തു വരുന്ന ഒരു രീതിയാണ്. നമ്മൾ കോൺഷ്യസ് അല്ല, നമ്മൾ മുതിർന്ന ഒരാളെ കാണുമ്പോൾ പോലും നമ്മൾ എണീറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് മുതിർന്ന ആളുകളോട് നമ്മൾ വളരെ ബോധപൂർവം പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ അവർ മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ബഹുമാനം, ഇതൊക്കെ എന്താണ്? അൺകോൺഷ്യസ്ലി വരുന്നത്. അൺകോൺഷ്യസ്ലി നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ അതപ്പോൾ ഈ ഫോക്ക് വേസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറുന്ന പെരുമാറ്റങ്ങളെയാണ്. അത് നമ്മൾ ബോധപൂർവം തന്നെ ചെയ്യണമെന്നില്ല. അൺകോൺഷ്യസ്ലി നമ്മൾ ചെയ്തു പോകുന്ന ഒരു ഹാബിറ്റിനെയാണ് നമുക്കിതിനെ ഫോക്ക് വേസ് എന്ന് പറയാം. അപ്പൊ ഫോക്ക് വേസ് എന്ന് പറയുന്നത് സൊസൈറ്റി നിർബന്ധിതമായിട്ട് നമ്മളെ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നതല്ല. പക്ഷെ എന്താണ് നമ്മുടെ അൺകോൺഷ്യസ് ലെവലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സാമൂഹ്യ പെരുമാറ്റങ്ങളെയെല്ലാം നമുക്ക് ഫോക്ക് വേസ് എന്ന് പറയാം. അപ്പൊ ഈ ഫോക്ക് വേസിന്റെ പ്രധാനപ്പെട്ട രീതികൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നെന്ന് പറഞ്ഞാൽ ഫോക്ക് വേസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതായത് ഒരു ഗ്രൂപ്പിലുള്ളതായിരിക്കില്ല മറ്റൊരു ഗ്രൂപ്പിൽ. അപ്പൊ സമൂഹത്തിനനുസരിച്ച് എന്തുണ്ടാവും?
ഫോക്ക് വേസിൽ മാറ്റം ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. രണ്ടാമതെന്ന് പറയുന്നത് സോഷ്യൽ ഇൻ നേച്ചർ. അപ്പൊ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അതിന്റെ ഫോക്ക് വേസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അതായത് സമൂഹം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു എന്താണ് ഒരു സോഷ്യൽ നേച്ചർ ആണ് ഉണ്ടായിരിക്കുന്നത്. സമൂഹമാണ് ഇതിനൊക്കെ കൽപ്പിച്ചു വെച്ചിട്ടുള്ളത്, അതായത് ആളുകളെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അല്ലെ. അപ്പൊ അത് സമൂഹത്തിന്റെ പെരുമാറ്റം അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതിനൊരു സോഷ്യൽ നേച്ചർ ആണ് ഉണ്ടായിരിക്കുക. പിന്നീട് പറയുന്നത് അൺനോൺ ടു ഒറിജിൻ, അതായത് ഇതിന്റെ ആവിർഭാവം ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളെല്ലാം എപ്രകാരം ഉണ്ടായെന്നതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയും ഇല്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ പെരുമാറ്റ രീതികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു സോഴ്സ് കണ്ടെത്താനില്ല. പക്ഷെ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇത് ഒരേ രീതിയിൽ ചെയ്തു വരുന്നു എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ടാണ് എന്താണ് അതിന്റെ ഒരു ഉറവിടം അല്ലെങ്കിൽ സോഴ്സ് എവിടെ നിന്നും ഉണ്ടായി, എന്തുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ തന്നെയൊന്നും ഇല്ല. അടുത്ത പറയുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു എൻഫോഴ്സ്മെന്റ് ആണ്. അത് ഇൻഫോർമൽ ആണ്, ഫോർമൽ അല്ല, ഒട്ടും എന്താണ് നമ്മൾ നമ്മൾ പറഞ്ഞു കോൺഷ്യസ്ലി ചെയ്യുന്ന കാര്യങ്ങളല്ല ഇത്. അപ്പൊ ആളുകൾ വളരെ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് ഇതെന്ന് പറയാം. അപ്പൊ ഇൻഫോർമൽ ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഇതിൽ ധാരാളം ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുന്നുണ്ട്, ആളുകൾ ദിവസവും കുളിക്കുക എന്ന് പറയുന്നത്. അപ്പൊ കുളിക്കുക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇൻഫോർമൽ ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ആളുകൾ എന്താണ് നമുക്ക് അത് തീർത്തും ഒരു വ്യക്തിയുടെ സ്വകാര്യതയായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫോർമലി നമ്മളത് കുളിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ വൃത്തിയുള്ള വസ്ത്രം ധരിക്കാതിരിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന കോൺസിക്വൻസിനെ കുറിച്ചിട്ട് നമുക്ക് ധാരണയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആളുകൾ വ്യക്തി ശുചിത്വം പാലിക്കാനായിട്ട് പ്രേരിതരാണ്, അല്ലെങ്കിൽ വ്യക്തി ശുചിത്വം പാലിക്കാൻ വ്യക്തികൾ എന്താണ് ബോധപൂർവ്വം അല്ലെങ്കിൽ എന്താണ് ശ്രമിക്കുന്നുണ്ട്. ഡെയിലി കുളിക്കുന്നു അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്താണ് അൺകോൺഷ്യസ്ലി ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. അതായത് എന്താണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഫോളോ ചെയ്തു പോകുന്ന ഒരു ഘടകമാണ്. അതിന്റെ കോൺസിക്വൻസ് നമ്മളിപ്പോൾ തീർത്തും അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് എപ്രകാരം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മളെ കുറിച്ച് ബോധം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അപ്രകാരം നമ്മൾ ചെയ്യാതിരുന്ന വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് നമ്മൾ കീപ്പ് ചെയ്യാതിരുന്നാൽ ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് ഫോക്ക് വേസിന്റെ ഒരു നേച്ചർ ആയിട്ട് വരുന്നത്. അടുത്ത പറയുന്നത് റിപ്പീറ്റേഷൻ, തുടർച്ചയായിട്ട് എന്തെങ്കിലും ഇതേ കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്തു വരുന്നു, എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മളത് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഫോക്ക് വേസിനെ ഉൾപ്പെടുത്താം. അടുത്ത് പറയുന്നത് ഫോക്ക് വേസ് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് എണ്ണം തിട്ടപ്പെടുത്താനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും ഫോക്ക് വേസ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം ഓരോ ഗ്രൂപ്പിനനുസരിച്ചും അല്ലെങ്കിൽ സമൂഹത്തിനനുസരിച്ച് ഫോക്ക് വേസ് നിലനിൽക്കുന്നതുകൊണ്ടും പലതരത്തിലുള്ള ഘടകങ്ങളും ഇതിനെ നിർണ്ണയിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ട് നമുക്കൊരു ഇത്ര എണ്ണം ഉണ്ട്, ഇത്രയുമാണ് നമ്മുടെ ഫോക്ക് വേസ് എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളത്. പിന്നെ ഫോക്ക് വേസ് എന്ന് പറയുന്നത് അടുത്ത എന്താണ്, മാറ്റങ്ങൾക്ക് സാധ്യത ഏറെയാണ്, അതായത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദാഹരണം ഫോക്ക് വേസ് ഉദാഹരണമാണ് ഫാഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം എന്താണ് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഘടകമായിട്ടാണ് കരുതേണ്ടത്. അപ്പൊ ഫോക്ക് വേസ് എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. അതിൽ ഉദാഹരണം നമ്മുടെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇപ്പൊ വിശ്വാസങ്ങളിൽ ഉൾപ്പെടുന്ന രീതി അല്ലെങ്കിൽ ആചാരങ്ങളിലെല്ലാം ഇപ്പൊ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസ്, നമ്മളുടെ സാമൂഹ്യ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഫംഗ്ഷനിലാണെങ്കിൽ പോലും പുതിയ പുതിയ ട്രെൻഡ്സ് വന്നുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പെരുമാറ്റ രീതി ആണെങ്കിൽ പോലും അത് എന്ത് സംഭവിക്കുന്നുണ്ട്, മാറ്റങ്ങൾക്ക് ഇത് വിധേയമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോക്ക് വേസ് എന്ന് പറയുന്നത് എന്താണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. അപ്പൊ ഫോക്ക് വേസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എവറിഡേ ലൈഫിൽ നമ്മൾ അൺകോൺഷ്യസ്ലി ചെയ്യുന്ന പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ പെരുമാറ്റങ്ങളെയാണ് ഫോക്ക് വേസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ മോഡ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫോക്ക് വേസ് എന്ന് പറയുന്നത് ഒബേ ചെയ്യുന്നുകൊണ്ട് ചെയ്യാത്തോ ആവാം, അല്ലെങ്കിൽ എന്താണ് ഫോക്ക് വേസ് എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി ചെയ്യുന്ന ഘടകങ്ങളെല്ലാം നമുക്ക് ഫോക്ക് വേസിൽ ഉൾപ്പെടുത്താവുന്നത്. അപ്പൊ ഈ മോഡ്സ് എന്ന് പറയുന്നത് ചില ഫോക്ക് വേസ് എന്ന് പറയുന്നത് നിയന്ത്രിക്കപ്പെടുന്നതും ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഘടകമാണ്, അതായത് ജഡ്ജ്മെന്റുകൾക്ക് വിധേയമാകുന്നതുമായിട്ടുള്ള ഫോക്ക് വേസുകളുണ്ട്. അതിനെയാണ് നമ്മൾ മോഡ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം ഇപ്പോ വിവാഹം എന്ന് പറയുന്ന ഒരു സങ്കല്പം മോഡ്സിന്റെ അകത്ത് വരുന്നു. അതായത്
വിവാഹം എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ ബയോളജിക്കൽ ആയിട്ടുള്ള നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഘടകമാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് മോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോക്വേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സാമൂഹ്യ പെരുമാറ്റം എന്ന് പറയുന്നത് നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിർവചിക്കപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമായിട്ടുള്ള സാമൂഹ്യ പെരുമാറ്റമാണ് മോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹത്തിനെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും സാമൂഹിക അംഗീകാരത്തോടു കൂടിയും നിയമപരമായിട്ടുള്ള അംഗീകാരത്തോടു കൂടിയും ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് വിവാഹം എന്ന് പറയുന്നത്. അതിന് മോഴ്സിൽ വരുമ്പോൾ അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം വെച്ചാൽ അത് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ പറയുന്ന രണ്ട് വ്യവസ്ഥിതിയോടും അല്ലാതെ, അതായത് നിയമപരമായിട്ടോ സാമൂഹ്യപരമായിട്ടുള്ള അംഗീകാരത്തോടോ കൂടി അല്ലാതെ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഇമ്മോറൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് മോഴ്സ് അംഗീകരിക്കുന്നത്. അതായത് മോഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അപ്പോൾ ഈ പറയുന്ന സാമൂഹ്യ പെരുമാറ്റം എന്ന് പറയുന്നത് നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളതും നിയന്ത്രിക്കപ്പെടുകയും റെഗുലേറ്റ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വ്യവസ്ഥയിൽ ഉൾപ്പെടേണ്ടതുമാണ് എന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സാമൂഹ്യ പെരുമാറ്റങ്ങളാണ് മോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫോക്വേസുമായിട്ട് താരതമ്യേന ബന്ധമുണ്ട്. അപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഫോക്വേസ് എന്ന് പറയുന്നത് അത്ര റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഘടകമല്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പെരുമാറ്റം ഇപ്രകാരം തന്നെ വേണമെന്നില്ല, അത് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. പക്ഷെ മോഴ്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഫോക്വേസിന്റെ മറ്റൊരു രൂപമാണ്. പക്ഷെ ഇവിടെ ഫോക്വേസിൽ നിന്ന് ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഫോക്വേസിൽ നിയന്ത്രണങ്ങളില്ല, പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് മോഴ്സിൽ കുറച്ചുകൂടെ നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ശരി തെറ്റുകളെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് മോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പെരുമാറ്റങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് നിർണയിക്കുന്ന ഒരു ഘടകം കൂടിയാണ് മോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാരേജ് എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരിച്ചപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വിവാഹശേഷമാണെന്നുണ്ടെങ്കിൽ അതിന് ശരിയെന്നും അല്ലാതെ ജീവിക്കുകയാണെങ്കിൽ അത് ഇമ്മോറൽ എന്ന രീതിയിൽ കോൺസെപ്റ്റിലും അംഗീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ നോക്കിക്കാണുന്ന ഈ മോഴ്സ് നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ മോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, സാമൂഹ്യപരമായിട്ട് സമൂഹം വ്യക്തികളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് വ്യക്തികളുടെ പെരുമാറ്റത്തെ നോക്കിക്കാണുന്ന ഒരു പ്രക്രിയയാണ് മോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഴ്സിലാണ് ശരി തെറ്റുകൾ നിർണയിക്കപ്പെടുന്നത്. അപ്പൊ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള മോഴ്സ് നിലനിൽക്കുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. പോസിറ്റീവ് മോഴ്സും നെഗറ്റീവ് മോഴ്സും. അതായത് പോസിറ്റീവ് മോഴ്സ് എന്ന് പറയുന്നത് നമ്മളോട് ഡു എന്ന് പറയുന്നത് ചെയ്യൂ എന്ന് കൽപ്പിക്കുന്ന ഘടകങ്ങളെയൊക്കെയാണ് പോസിറ്റീവ് മോഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി നെഗറ്റീവ് എന്ന് പറയുന്നത് ഡോണ്ട് ഡു, അതായത് ഡോണ്ട് എന്ന് പറയുന്ന അർത്ഥത്തിൽ ചെയ്യരുത് എന്ന് കൽപ്പിക്കുന്ന, അതായത് സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാവരുത് എന്ന് കൽപ്പിക്കുന്നതിനെയാണ് നെഗറ്റീവ് മോഴ്സ് എന്ന് പറയുന്നത്. സൊസൈറ്റി പ്രോത്സാഹിപ്പിക്കുന്ന ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ സൊസൈറ്റി പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ബിഹേവിയേഴ്സ് ആണ് എന്താണ് പോസിറ്റീവ് മോഴ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറയുന്നത് സൊസൈറ്റി അംഗീകരിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഡോണ്ട് ഡു എന്ന് പറയുന്ന രീതിയിലുള്ള കോൺസെപ്റ്റ് വരുന്ന പെരുമാറ്റങ്ങളെ എല്ലാം എന്താ പറയുക നെഗറ്റീവ് മോഴ്സ് എന്ന് പറയാം. ഈ പ്രധാനമായിട്ടുള്ള മോഴ്സിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, മോഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ സോളിഡാരിറ്റി, അതായത് ആളുകളെ ഐക്യത്തോടുകൂടി നിലനിർത്താൻ അല്ലെങ്കിൽ സമൂഹത്തെ ഐക്യത്തോടുകൂടി നിലനിർത്താൻ, സമൂഹത്തിന്റെ പ്രവർത്തനത്തെ ഒരു ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന മോഴ്സ് സഹായിക്കുന്നു. ഇനി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നു. അതായത് നമ്മുടെ എന്താണ് വ്യക്തികൾക്ക് മേൽ കൃത്യമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള പ്രഷർ നൽകുന്നത് കൊണ്ട് തന്നെ വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സാമൂഹ്യ പെരുമാറ്റങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്, മോഴ്സിന് കഴിയുന്നുണ്ട്. അടുത്ത് പറയുന്നത് മോഴ്സ് അതിന്റെ അകത്തുള്ള ഇൻഡിവിജ്വൽസിന്റെ, അതായത് ഗ്രൂപ്പിനകത്തുള്ള ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും പെരുമാറ്റത്തെ അല്ലെങ്കിൽ ആ വ്യക്തി ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്നത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് മോഴ്സ് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, സോഷ്യോളജിക്കലി നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, സോഷ്യോളജിക്കലി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹം വെച്ചു പുലർത്തുന്ന മൂല്യങ്ങളാണ്. അതായത് വ്യക്തിയുടെ വിശ്വാസത്തിന്റെയോ മറ്റും അടിസ്ഥാനത്തിൽ
ഒരു വ്യക്തി വെച്ച് പുലർത്തുന്ന ഘടകങ്ങളെയാണ് നമ്മൾ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂല്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്നേഹം, ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഘടകങ്ങളെല്ലാം എന്തിനുണ്ട്? മൂല്യത്തിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നു. അപ്പൊ നമ്മൾക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നോംസിന്റെ ഒരു ഹയറാർക്കിയാണ്, ഏറ്റവും ഉയർന്ന ഒരു പീരീഡ് ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്ട്രാറ്റയായിട്ട്, ഏറ്റവും ഉയർന്ന ഒരു സ്ട്രാറ്റയായിട്ട് നമുക്ക് എന്തിനെ പരിഗണിക്കാം? വാല്യൂസിനെ പരിഗണിക്കാവുന്നതാണ്. അപ്പൊ വാല്യൂസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൂല്യങ്ങൾ അഥവാ വാല്യൂസ് എന്ന് പറയുന്നത്. സോഷ്യോളജിക്കലി നോക്കി കാണുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട സാമൂഹ്യപരമായിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഈ സ്നേഹം, മാനവികത ഇതെല്ലാം തന്നെ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ ഇനി പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാല്യൂസിന്റെ ഫങ്ഷൻസ് ആണ്. വാല്യൂസ് എങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആളുകളുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, വാല്യൂസ് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ഗുഡ് ക്വാളിറ്റീസ് എന്നുള്ളതിനെ നിർണ്ണയിക്കുന്നതാണ് വാല്യൂസ് എന്നുള്ളത്. അപ്പൊ ഈ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തികളുടെ ഹ്യൂമൻ ബിഹേവിയറിനെ നിർണ്ണയിക്കുന്നു. രണ്ടാമത് പറയുന്ന ആളുകളുടെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ഗോൾസിനെ നിർണ്ണയിക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? ഈ വാല്യൂസ് സഹായിക്കുന്നു. അത് ശരിയായ രീതിയിൽ വ്യക്തികളെ പ്രവർത്തിക്കുവാനും അത് അച്ചീവ് ചെയ്യാനും ആ ഗോളിനെ അച്ചീവ് ചെയ്യാനുമുള്ള ശരിയായ മാർഗനിർദ്ദേശങ്ങൾ എന്ത് നിർണ്ണയിക്കുന്നു? വാല്യൂസ് നിർണ്ണയിക്കുന്നു. അത് നമ്മളെന്ന് പറയുന്നതാണ് വാല്യൂസ് എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള താല്പര്യങ്ങളെയും ഇൻട്രസ്റ്റുകളെയും എല്ലാം കൂട്ടിച്ചേർക്കുന്നതിനും ഒരു ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ആളുകൾക്കിടയിലുള്ള ഒരു കളക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഘടകങ്ങളെ തിരഞ്ഞു കണ്ടെത്തുവാനായിട്ടും സഹായിക്കുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സോഷ്യൽ ഇന്റഗ്രേഷൻ, സാമൂഹ്യപരമായിട്ടുള്ള ഏകീകരണത്തിന് വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സമൂഹം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും വ്യക്തികൾ അല്ലെങ്കിൽ ഓരോ അംഗവും പെരുമാറുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ ഇന്റഗ്രേഷനിലേക്ക് നയിക്കുന്നു. അടുത്ത പറയുന്നത് എന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ മേൽ പ്രത്യേകമായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഓരോ ആക്ടിവിറ്റിയുടെയും മേലും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഗവേൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞ് നിയന്ത്രിക്കുന്നു. അതായത് നമ്മൾക്ക് വാല്യൂസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഓരോ വ്യക്തികളും എന്ത് ചെയ്യുന്നുണ്ട്? അവനവൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ക്വാളിറ്റി നിർണ്ണയിക്കാനായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി പരിശോധിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഈ ക്വാളിറ്റി പരിശോധിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്? ആളുകളിൽ ഓരോ തങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും ചെയ്യുന്നുണ്ട് സ്വയം പരിശോധിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ പ്രവൃത്തികളെയും ചെയ്യുന്നുണ്ട് വിലയിരുത്തലുകൾക്ക് വിധേയമാക്കുന്നതുകൊണ്ട് തന്നെ സോഷ്യൽ വാല്യൂസിനെ കുറിച്ച് ആളുകൾ പലപ്പോഴും കൺസേൺ ആവുന്നുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഓരോ തരത്തിലുള്ള വാല്യൂസ് എന്ന് പറയുന്ന വൊക്കാബുലറി ആയിട്ടുള്ള മോട്ടീവ്സ് നൽകാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വാല്യൂസിനെ കുറിച്ച് സംസാരിക്കുകയും ആളുകൾ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ബോധവാന്മാരാകുകയും ചെയ്യുന്നതോടുകൂടി എന്താണ്? ആ വാക്കിന് അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അല്ലെങ്കിൽ നമ്മൾ ആദർശപരമായിട്ട് പറയുന്ന പല ഘടകങ്ങൾ അല്ലെങ്കിൽ ആശയപരമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഐഡിയോളജീസ് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കൂടുതൽ വാല്യൂസ് കൽപ്പിക്കുന്ന, വാല്യൂസിന് അല്ലെങ്കിൽ എന്താണ് വാല്യൂസിനെ ഡിനോട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആസ്പെക്റ്റുകളാണ്, ആസ്പെക്ട് ഓഫ് വാല്യൂസ് ആണ്. ആസ്പെക്ട് ഓഫ് വാല്യൂസിൽ നമ്മൾ ഒന്നാമത് പറയുന്നതാണ് ഡിഫറെന്റ് ലെവലിലുള്ള ജനറലൈസേഷൻസ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വാല്യൂ പലയിടങ്ങളിൽ അത് അബ്സ്ട്രാക്ട് ആയുള്ള രീതിയിലും ജനറൽ ആയുള്ള രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത് പറയുന്നത് കൃത്യമായിട്ട് അതിന് ഹൈറാർക്കിക്കൽ ഓർഡർ ഉണ്ടെന്നുള്ളതാണ്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അത് വ്യത്യസ്ത രീതിയിലുള്ള ഡിഗ്രീസ് അല്ലെങ്കിൽ പല രീതിയിൽ പല തോതുകളിലാണ് പല വ്യത്യസ്തമായിട്ടുള്ള അളവിലും തോതിലുമാണ് വാല്യൂസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. അത് ഒരു വ്യക്തിയുടെ വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് നിർണ്ണയിക്കുന്നതിന് പല മാനദണ്ഡങ്ങളുടെ അല്ലെങ്കിൽ പല ഡിഗ്രീസിന്റെ പല തോതിലാണ് അതിന്റെ വാല്യൂവിനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്, വാല്യൂസ് നിലനിൽക്കുന്നത്. ഇനി നമ്മൾ എന്താണ് വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് മറ്റൊന്നുമായിട്ടുള്ള വ്യത്യാസം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് എന്തിലേക്ക് നയിക്കുന്നുണ്ട്? കോൺഫ്ലിക്റ്റിന് കാരണമാവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും വാല്യൂസ് അല്ലെങ്കിൽ ഓരോ സമൂഹത്തിന്റെയും വാല്യൂസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതായത് ആ വ്യക്തികൾ വിശ്വസിക്കുന്ന ചിന്തകൾ അല്ലെങ്കിൽ വ്യക്തിയിലുണ്ടായിരിക്കുന്ന ക്വാളിറ്റീസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ടുള്ള
ആശയ തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ എന്താണ് സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നതിന് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള തർക്കങ്ങളിലേക്ക് നയിക്കുന്നതിന് ഇത് വാല്യൂസ് കാരണമാകുന്നുണ്ട്. അടുത്ത നമ്മുടെ വാല്യൂ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ക്വാളിറ്റീസ് തമ്മിൽ ഒപ്പോസിങ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞ ഓരോ വ്യക്തിയുടെയും ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ക്വാളിറ്റീസ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ഈ വാല്യൂസ് ഇതിനെ നിർണ്ണയിക്കുന്നതിനാൽ അല്ലെങ്കിൽ വാല്യൂസ് എന്ന് പറയുന്നതിന് ഓൾറെഡി ഡിപ്പെൻഡ് ചെയ്ത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വാല്യൂ കോൺഫ്ലിക്റ്റിലേക്ക് ഇത് കാരണമാകുന്നുണ്ട്. കാരണം അതായത് രണ്ട് വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ രണ്ട് സ്പേസ് എന്താണ് മേഖലകളിൽ അല്ലെങ്കിൽ വാല്യൂസ് വ്യത്യസ്തമാവുമ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് ഒരു സംഘർഷത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് വാല്യൂ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സമൂഹം അല്ലെങ്കിൽ സമൂഹമോ വ്യക്തികളോ ഡിഫറെന്റ് വാല്യൂസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വാഭാവികമാണ് വാല്യൂസ് എന്ന് പറയുന്നത് വ്യത്യസ്തമാവും എന്നുള്ളത് സ്വാഭാവികമാണ്. ഈ വ്യത്യസ്ത തലങ്ങളിലുള്ള കോൺഫ്ലിക്റ്റുകൾ തമ്മിൽ വാല്യൂസ് തമ്മിൽ കൂടിച്ചേരുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിനുള്ള കാരണം കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 5th ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സോടുകൂടി അതായത് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നോംസ്, വാല്യൂസ്, മോഡ്സ്, ഫോക്വേസ് എന്ന് പറയുന്ന ഇത്രയും കോൺസെപ്റ്റുകളാണ്. അതിന്റെ ടൈപ്സ് അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് പൂർണ്ണമായിട്ട് നമ്മുടെ 5th ബ്ലോക്കിൽ 3 യൂണിറ്റുകൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ പുതിയ ബ്ലോക്കും അതിൽ പുതിയ ടോപ്പിക്കുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം.